Good morning, sir. Good morning, sir. നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. അതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോ നോട്ട്ബുക്ക് ഒക്കെ അടച്ച് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് നല്ല കുട്ടികളായിട്ടിരിക്കുക. പാർവതി വി കെ ലാസ്റ്റ് ക്ലാസ് പ്രസന്റ് ആയിരുന്നു അല്ലെ പാർവതി? സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ പാർവതി? ഇല്ല. എന്താ പറ്റി പഠിക്കാതെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളൊരു ക്ലാസ്സിൽ കയറി എഴുന്നിട്ട് കാര്യമില്ലല്ലോ. സ്റ്റാൻഡേർഡ് റിസൾട്ട്സുകൾ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്താ പഠിക്കാൻ പാർവതി? എന്തുകൊണ്ട് പഠിച്ചില്ല? ഡെറിവേറ്റീവ് സൈനക്സ് ഒക്കെ ഞാൻ എഴുതി തന്നതല്ലേ, എന്തുകൊണ്ട് പഠിച്ചില്ല? ന്യൂ അഡ്മിഷൻ ആണ്. ന്യൂ അഡ്മിഷൻ അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായതല്ലേ? ഇല്ല, ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ. അപർണ എം.യു. ഡെറിവേറ്റീവ് സൈനക്സ്. ഓക്കെ, വെരി ഗുഡ്. അഹമ്മദ് യാസിൻ. Yes, sir. ഡെറിവേറ്റീവ് ലോഗ് എക്സ്. 1/x. നീ പഠിച്ചിട്ടില്ലേ? ശരിയാണ്, നീ ഇങ്ങനെ പറയുന്നല്ലോ. നോക്കാം, പനിയായിരുന്നു സാറേ, നോക്കാൻ പറ്റില്ല പെട്ടെന്ന്. നീരജ് സർ. ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് sin x. സന ഫാത്തിമ. യെസ് സർ. ഡെറിവേറ്റീവ് സർ കേട്ടില്ല. ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് x 0. ഡെറിവേറ്റീവ് ഓഫ് എക്സ്. സോറി 1. ലക്ഷ്മിപ്രിയ. ഡെറിവേറ്റീവ് ഓഫ് tan x. റോസിയ തോമസ്. Sir. Derivative of cosec x. Minus cosec x cot x. Yes. Then Adinandana MR. Derivative of cot x. Derivative of Cot x. minus cosec square x. Vishnupriya Solomon. Sir. Derivative of sec x. Sec x tan x. Sec x tan x. നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഒത്തിരി പേര് ഇതിനകത്തുണ്ട് കേട്ടോ. വീഡിയോ ഓൺ ചെയ്യാതെ, ഇത്രയും നാളായിട്ട് വീഡിയോ ഓൺ ചെയ്യാത്ത ഒത്തിരി കുട്ടികളുണ്ട്. സ്റ്റെയിൻ ഡിക്കോത്ത്. സനാമോൾ. സന ഫാത്തിമ. സനാമോൾ വീഡിയോ ഓൺ ആക്കാത്ത എന്താണ്? സനാമോൾ, നമ്മള് മലയാള ഭാഷയിലാണ് പറഞ്ഞത് അല്ലെ വീഡിയോ ഓൺ ആക്കണമെന്ന് അല്ലേ? സന ഫാത്തിമ. രോഹിത് കൃഷ്ണ. യെസ് സർ. സന ഫാത്തിമ. യെസ് സർ. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x. സനാമോൾ. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. സനാമോൾ. പൂജ സുരേഷ്. Sir. വീഡിയോ പൂജ സുരേഷ്. Sir. Sir. Sir, ഒന്നുകൂടി പറയൂ, ഇവിടെ നെറ്റ് കട്ടായി പോകുന്നുണ്ട്. എന്തോ നെറ്റിന്റെ ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പോ കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ പൂജയോട് ചോദിക്കാം കേട്ടോ. അജിത്. ഡെറിവേറ്റീവ് ലോഗ് എക്സ്. Log x 1/8. ഓക്കെ. ഡേവിഡ് മാത്യു. നിങ്ങൾ ക്ലാസിക്കലായിട്ട് ഇങ്ങനെ മിണ്ടായിരിക്കാന്ന് പറയുന്നത് വലിയൊരു സീനാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യല്ലേ. നമ്മൾ ചോദിക്കുന്നു, മിണ്ടുന്നില്ല. ഡേവിഡ് മാത്യു. സനാമോൾ. സനാമോൾ എന്താണ് നേരത്തെ പറയാത്ത ചോദ്യം ചോദിച്ചിട്ട്? അല്ല, ഓക്കെ. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് sin x. ഡിയോൺ ഡേവിസ്. Sir. ഓക്കെ. ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഡിയോൺ ഡേവിസ്. ഓക്കെ. വീഡിയോ ഓൺ ആക്കട്ടെ മോനെ. അഞ്ജലി അനിൽകുമാർ. വീഡിയോ ഓൺ ആക്കാത്ത എന്താണ്?
അതെ നെറ്റ് കട്ടായി പോകും സാർ അതാണ്. ഡെറിവേറ്റീവ് ഓഫ് കൊസീക് എക്സ്. കൊസീക് എക്സ് മൈനസ് കൊസീക്ക് കോട്ടെക്സ്. മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോട്ടെക്സ്. കോട്ടെക്സ് അയ്യോ ഓർമ്മയില്ല. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ. ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ്. എക്സ് 1. ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സ്. എക്സ് ലോഗ് എ. ഓക്കെ, മൊത്തത്തിൽ ഒന്നും കൂടിയും ഒരു എല്ലാ റിസൾട്ടും ഒരു 2 times ഒന്ന് എഴുതി പഠിക്കാം കേട്ടാ അഞ്ജലി. സ്പീഡില്ല. ഓക്കെ ഓക്കെ അഞ്ജലി. അൽത്താഫ്. Yes, sir. ഡെറിവേറ്റീവ് ഓഫ് എക്സ്. 1. അഹമ്മദ് യാസിൻ ചോദിച്ചു. അഖിൽ കൃഷ്ണ. ആദിൽ കൃഷ്ണ. റെസ്പോൺസ്. പൂജ സുരേഷ്. sir. Derivative of x raised to n. Sir. Derivative of x raised to n. എന്താ sir? Derivative of x raised to n. X raised to n. X raised to n. And x raised to n minus 1. Okay. Amal Manikandan. Sir. Yes. Derivative of cos x. Minus sin x. Angela Praveen C. Yes, sir. Derivative of x raised to derivative of e raised to x. E raised to x. Fauzia Patu. Yes, sir. Derivative of sin inverse x. Sin inverse x. Sin inverse x. 1 by root 1 minus x square. ഓക്കെ. ഇപ്പൊ കുറെ പേര് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, സ്പീഡിലൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ നമ്മള് പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് ചെയ്തത്. മെയിൻ ആയിട്ട് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ചെയിൻ റൂളിനെ കുറിച്ച്. ഏതാണ് ഹെഡിങ് എഴുതിക്കോളൂ. ചെയിൻ റൂൾ എന്ന ഹെഡിങ് ഏതാട്ടോ. ചെയിൻ റൂൾ. വീഡിയോ ഓണാക്കാനേ ഞാൻ പറയുള്ളൂ, ഇനി ഞാൻ പറയില്ല. ഇത് ഓഫ് ചെയ്ത് പോകാൻ പാടില്ല. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് അറിയാത്ത ഒരു കുട്ടിക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ പ്രയാസമാണ് എന്നുള്ള കാര്യം കൂടിയും ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിച്ച് വരണം എന്ന്. ചെയിൻ റൂളിലേക്ക്. ചെയിൻ റൂൾ എന്ന് പറയുന്നത് അതിന്റെ പേര് പോലെ തന്നെയാണ്. ചെയിൻ റൂൾ എന്ന് പറയുന്നത് അതിന്റെ പേര് പോലെ തന്നെയാണ് അതിന്റെ ആ ഒരു ഇത് കിടക്കുന്നത്. ചെയിൻ റൂൾ 2 രീതിയിൽ ചെയ്യാം നമുക്കിത്. ഫോർമുല മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡ്. നമുക്ക് ഡയറക്റ്റ് മെത്തേഡാണ് കുറച്ചുകൂടി. മെത്തേഡ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡയറക്റ്റ് മെത്തേഡ് നിലനിൽക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ്. ചെയിൻ റൂൾ എന്താണെന്ന് എഴുതി. Let f be a real valued function. Let f be a real valued function. Let f be a small letter f. Let f be a real valued function. Let f be a real valued function. Let f be a real valued function which is a composite of 2 functions which is a composite. ആ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ പഠിച്ചാണ് കോമ്പോസിറ്റ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട് കോമ്പോസിറ്റ്. Let f be a real valued function which is a composite of 2 functions u and v. That f equal to v dot u. That is f equal to v dot u. നമുക്ക് പ്രോബ്ലത്തിലൂടെ നമുക്ക് ചെയിൻ റൂള് എന്താണെന്ന് വ്യക്തമാക്കി തരാം. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. ഫോർമുലേറ്റ് ഒന്ന് എഴുതിക്കോളൂ. Suppose t equal to u of x. Suppose t equal to u of x. Suppose t equal to u of x. And if both dt by dx and dv by dx and dv by dt exist. We have df by dx equal to dv by dt into dt by dx. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. നമ്മള്
മറ്റൊരു രീതിയിലാണ് ഇത് പരിചയപ്പെടാൻ പോകുന്നത്, ഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ ചെയിൻ റൂൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ചെയിൻ റൂൾ എന്ന് പറയുന്നത് let f be a real valued function which is a composite of two functions u and v. Composite of two functions u and v എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഇങ്ങനെ വരും. sin x square, sin x square, sin x square, sin x square. Here is given function is a composite function, composite of two functions. അതുപോലെ തന്നെ tan 2x plus 3 ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമുല മെത്തേഡ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് മെത്തേഡ് നോക്കാം. അപ്പൊ ചെയിൻ റൂൾ എന്ന് പറയുന്നത് let f be a real valued function, let f be a real valued function which is a composite of two functions u and v, which is a composite of നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് പ്രോബ്ലത്തിലേക്ക് ശ്രദ്ധിക്കാം. ചെയിൻ റൂൾ പ്രോബ്ലംസ് എഴുതാം. Find the derivative of tan 2x. Find the derivative of സർ മ്യൂട്ടാണ്. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. Find the derivative of tan 2x plus. Find the derivative of tan 2x plus 3. അപ്പൊ നോക്കാം നമുക്ക്. Let y equal to tan 2x plus 3. ഒരാളും എഴുതണ്ട. Let y equal to tan 2x plus. നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ്? അപ്പൊ നോക്കൂ, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. y യുടെ dy by dx ആണെന്ന് നല്ല നിശ്ചയമുണ്ട്. dy by dx equal to tan 2x plus 3 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് tan x. tan 2x plus 3 എന്ന് പറഞ്ഞാൽ 6 square 2x plus 3. tan x ന്റെ 6 square ആണ്. 6 square 2x plus 3 into d by dx of this. d by dx of 2x. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതിനു മുമ്പൊക്കെ പഠിച്ച പോലെ തന്നെ ഇത് ഫോർമുല മെത്തേഡിലാണ് നമ്മളിപ്പോ നേരത്തെ ഡെഫിനിഷൻ എഴുതിയപ്പോൾ പറഞ്ഞത്. ആ ഫോർമുല മെത്തേഡിനേക്കാളും എന്തുകൊണ്ടും ഡയറക്റ്റ് മെത്തേഡ് ഒരു സംശയം. tan 2x plus 3 യുടെ 6 square 2x plus 3 into d by dx of 2x plus 3. ഈ ആംഗിളിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു sin x ന്റെ ഡെറിവേറ്റീവ് cos x into d by dx of x. d by dx of x 1 ആയിരുന്നു. അപ്പോൾ your answer becomes 6 square 2x plus 3, 6 square 2x plus 3 into derivative of 2x plus 3. Derivative of 2x plus 3 2x into 2 ആണ് ട്ടോ. 2x into 2 ആണ്. Your final answer is 4. Your final answer is 2. 6 square 2x plus 3. അപ്പോൾ ഇതാണ് നമുക്ക് ചെയിൻ റൂൾ എന്നുള്ള വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് tan 2x plus 3. Let y equal to tan 2x plus 3. Differentiate with respect to x. We know that derivative of tan x equal to 6 square x. Derivative of tan x equal to 6 square x. Actually, derivative of tan x becomes 6 square x into d by dx of x. ആ x ആണ് 1 ആയതുകൊണ്ടാണ് നമ്മളത് ഹൈഡ് ആയി പോയി 6 square x എന്ന് പറയുന്നത്. According to this problem, find the derivative of tan 2x plus 3. Let y equal to tan 2x plus 3. dy by dx equal to 6 square 2x plus 3 into d by dx of 2x plus 3. d by dx of 2x plus 3 becomes 2. Then your final answer is 2 6 square 2x plus 3 is the final answer. Is it clear? Clear. Adil Krishna. Avani TA, Avani. Yes, sir. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ആയിരുന്നല്ലോ. മോള് റിസൾട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? Sir. അവനി ടിഎ ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയിരുന്നല്ലോ. കുറച്ച് വൈകിപ്പോയി. യെസ്, നമുക്കറിയാം എന്തുകൊണ്ടാണ് അവനി വൈകിയത്. അത് ഏകദേശം കുറച്ച്. ഓക്കെ. അവനിപ്പോ ഞാൻ ആ സമയത്ത് ചോദ്യം ചോദിക്കായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല കേട്ടോ അവനി. അപ്പോ റെഡി ആയിക്കോളൂ, ഒരു ചോദ്യം അങ്ങ് തരാം. ഡെറിവേറ്റീവ് ഓഫ് sec x. sec minus sec x cot x. അവനി TA ഡെറിവേറ്റീവ് ഓഫ് sec x. sec x tan x. sec x tan x ആദ്യം ഒരു മിസ്റ്റേക്ക് ആണ് വരുത്തിയത്.
മോളിത് എഴുതി പഠിച്ചിട്ടുണ്ടോ ആവണി? ഈ റിസൾട്ട് എഴുതി പഠിച്ചിട്ടുണ്ടോ? പ്രോബ്ലംസ് എഴുതി പഠിച്ചിരുന്നു. അപ്പൊ മോളൊരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, ഇന്നൊരു വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പായിട്ട് ആവണി ടീയെ ഓൾ റിസൾട്ട്സ് 2 ടൈംസ് എഴുതിയത് എനിക്കൊന്ന് അയച്ചു തന്നേക്കാട്ടോ. ഓക്കെ സർ. അഭിനവ് അബി എഴുതി പഠിച്ചിട്ടുണ്ടോ റിസൾട്ട്? അഭിനവ് അബി മിണ്ടുന്നില്ല. റിസൾട്ട് എഴുതി പഠിച്ചിട്ടുണ്ടോ അഭിനവ് അബി? ഇല്ല. അഭിനവ് അബി റിസൾട്ട് എഴുതി പഠിക്കണം. ഒരു 2 ടൈംസ് എഴുതാ എനിക്ക് അയച്ചു തരണം. ഞാൻ ക്ലാസ് കഴിയുമ്പോഴേക്ക് എന്റെ നമ്പർ തരാട്ടോ. അഭിനവ് അബി. അയക്കാം. അയക്കാം. അഭിനവ് കെ എസ് എഴുതി പഠിച്ചിട്ടുണ്ടോ റിസൾട്ട്? 2 ടൈംസ് ഇമ്പോസിഷൻ. അഭിനവ് ഷൈജു എഴുതി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. 2 ടൈംസ് ഇമ്പോസിഷൻ. അഭിഷേക് എഴുതി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. റിസൾട്ട് എല്ലാം അറിയാമോ? ഒരുവിധം അറിയാം. എന്നാലും മാത്തമാറ്റിക്സ് ആണ്, അപ്പോ ഒന്ന് എഴുതി പഠിക്കണം. എന്റെ നമ്പറിലേക്ക് ഒരു 2 ടൈംസ് എഴുതി പേര് എഴുതി വിടണം കേട്ടോ. ആദിനന്ദ എം ആർ. ആദിനന്ദ റിസൾട്ട് ഓക്കെ ആണോ? ഓക്കെ. ആദിത്യ ശ്രീനിവാസ്. ആദിത്യൻ കെ യു. അഹമ്മദ് യാസിൻ. യെസ് സർ. റിസൾട്ട് ഓക്കെ ആണോ? ഓക്കെ സർ. അജിത്. ഓക്കെ. അൽഷഫാൻ റഹീം. ആർ യു ഓക്കെ? എഴുതി പഠിച്ചിട്ടില്ലല്ലോ? ഇല്ല, എഴുതി പഠിച്ചിട്ടില്ല. ഒരു 2 ടൈംസ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഓൾ സ്റ്റുഡൻസ് എല്ലാവരും, കുറെ പേർക്ക് നല്ല സ്പീഡ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു റിസൾട്ടിന് നല്ല സ്പീഡ് ഉണ്ടാവും. ഈ കാൽക്കുലസ് എന്ന് പറയുന്നതിന്റെ മെയിൻ ആയുധമാണ് റിസൾട്ട്. നമുക്ക് ഒരു പാട്ട് പാടുന്ന ഒരു ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റണം. Derivative sin x cos x, derivative cos x minus sin x, derivative tan x is h square x, derivative cosec x, cot x, derivative sec x tan x, derivative cot x minus cosec square x, derivative x1 derivative log x 1 by x, derivative x raised to n x raised to n minus 1, derivative constant 0. ഇങ്ങനെ അതിവേഗതയിൽ പറയാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ എഴുതി അപ്ഡേറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോ ഹരിശങ്കർ എസ് നായർ ഇതിൽ വന്നുപെട്ടിട്ടുണ്ടല്ലോ. ഹരിശങ്കർ ഓക്കെ. അപ്പൊ ഈ റിസൾട്ട് ഓൾ സ്റ്റുഡൻസ് ഒരു 2 ടൈംസ് എഴുതണം. അതിനെ കുറിച്ച് ഞാൻ പറയാം കാര്യങ്ങളൊക്കെ. 2 ടൈംസ് എഴുതണം. വീഡിയോ ഓൺ ആക്കട്ടെ. പല കുട്ടികളും വീഡിയോ ഓഫ് ചെയ്തു. ആവണി ടി എ, പൂജ സുരേഷ്, അൽഷഫൻ, അഞ്ചല, അൽത്താഫ്, അഭിനവ്, കണ്ട, ആദിനന്ദ, സന, ഫാത്തിമ, വിഷ്ണുപ്രിയ, ആവണി ടി എ. വിഷ്ണുപ്രിയ റിസൾട്ട്സ് എഴുതി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിരുന്നു. വെരി ഗുഡ്. നീരജ് നിരഞ്ജൻ എഴുതി പഠിച്ചിട്ടുണ്ടോ? എക്സലന്റ്. Then another question. അപ്പൊ ഇതാണ് ചെയിൻ റൂൾ. അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഡയറക്റ്റ് മെത്തേഡ് ആണ് ഞാനിവിടെ. ഈസി, നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി അത് തന്നെയാണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2 ചോദ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ എക്സസൈസ് 1 to 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്രീനിൽ 2 ചോദ്യങ്ങളുണ്ട്. ആ 2 ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. എഴുതിക്കോളൂ. 2 ചോദ്യങ്ങൾക്കും ആൻസർ എഴുതാം. സാർ ഒന്ന് പറയൂ, ബോർഡ് ക്ലിയർ അല്ല. ബോർഡ് ക്ലിയർ ആക്കി തരാലോ. ശരിയായില്ലേ? ഇത്ര കേസുള്ളൂ. ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ എക്സസൈസസ് 1 to 8. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് sin x square plus 1 and second question is cos sin x. Do it yourself. Be fast. ആദ്യത്തെ ഒരു 3 or 4 മിനിറ്റ്സ് നിങ്ങൾ ട്രൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ പറയടാ. ആരെങ്കിലും ഒരാൾ ഓക്കെ സർ. നിങ്ങൾ ഉഷാറാവണം. നിങ്ങളിങ്ങനെ മിണ്ടാതെ നിൽക്കരുത്. 2 ചോദ്യങ്ങൾ കേട്ടോ. അപ്പോ അപർണ മോളെ കഴിഞ്ഞ മോളെ ചെയ്താ മതി. ആവണി ടി എ ആൻസറിലേക്ക് പ്രവേശിക്കാം. ആവണി. തുടക്കം പോലെ പറഞ്ഞു ആവണി. Let y is equal to sin x square plus 5. മോള് പറയുന്നത് ഞാൻ ഇവിടെ എഴുതി വെക്കും കേട്ടോ. പറഞ്ഞോളൂ. Let y equal to sin x square plus 5. Okay. Differentiate with respect to x. Differentiate with respect to x. Okay. Cos x square plus 5.
x equal to cos x square plus 5 into എന്താണ് മോളെ dy by dx of x square plus 5. d by dx of x square plus 5. Then your answer is Cos x square plus 5 into 5 into 2x. 2x. ഇതാണ് ആവണി നമുക്ക് നൽകിയ ഉത്തരം. ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണോ അപർണ? ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ഓക്കെ ആണോ? എനിക്കിതല്ല കിട്ടിയത്. വേറെ എന്താണാവോ അങ്ങേക്ക് കിട്ടിയത് പറയുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ തന്നെ എഴുതിയില്ല. ഇവിടെയാണ് മാത്തമാറ്റിക്സ് ഓഫ്ലൈനിൽ വരുമ്പോ നമ്മളിങ്ങനെ ഒരു വടിയൊക്കെ പിടിച്ചിട്ട് മാത്സ് ടീച്ചേഴ്സിനെ കണ്ടിട്ടില്ലേ? മാത്സ് ടീച്ചേഴ്സാണ് എപ്പോഴും പ്രശ്നക്കാരെന്ന് പറയുന്നതായിട്ട് അല്ലെ? ആ എക്സ് സ്ക്വയർ ഇവിടെ മോള് ഇത് കാണിച്ചില്ല എന്ന് പറഞ്ഞല്ലേ, അവിടെയാണ് മോൾക്ക് സ്കൂളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ടീച്ചർമാരെ ഇങ്ങനെ ഒരൊറ്റ കൊട്ടു അല്ലേ കിട്ടിയിട്ടില്ലേ? അല്ലെങ്കിൽ ചില ആൾക്കാരാണെങ്കിൽ ഒരു പിരിയൊക്കെ കിട്ടും ഇങ്ങനെ. പണ്ടൊക്കെ ആണെങ്കിൽ നല്ല പിച്ച് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരെണ്ണം കിട്ടിയാൽ മതി, പെട്ടെന്ന് രക്ഷപ്പെടും, പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഈ ആംഗിളിലെ സംഭവം ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ എന്താ പറഞ്ഞു, ഇത് ഇറ്റ് ഇസ് എ കോമ്പോസിറ്റ് ഫങ്ഷൻസ് ഓഫ് യു ആൻഡ് ബി. ഒരു കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഈ ഡയറക്റ്റ് മെത്തേഡ് പഠിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാനും നമ്മളെപ്പോഴും ഫോർമുല വെച്ച് പഠിക്കുക, ഫോർമുലകൾ എപ്പോഴും പഠിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഇനി അപർണ എന്നു അത്തരത്തില് തെറ്റുകൾ വരുത്താൻ പാടില്ല. ആംഗിളിനെ ഡെറിവേറ്റീവ് ചെയ്തോളണം. ഓക്കെ മോളെ? ലക്ഷ്മിപ്രിയ ആറ് ഓക്കെ? ലക്ഷ്മിപ്രിയ, നീരജ് നിരഞ്ജൻ ഓക്കെ ആണോ? നീരജ് ഓക്കെയാണ് സാർ. മണികണ്ഠൻ ഓക്കെയാണ് സാർ. അൽഷഫാൻ, അഞ്ജല പ്രവീൺ സി, അഭിനവ് അബി, ഓക്കെയാണ് സാർ. ഓക്കെയാണ്. നിനക്ക് എന്താ പറ്റിയേക്കണം? എനിക്ക് ഭയങ്കരമായിട്ട് പനി, മഴ ഉണ്ട് രാത്രി ഫുള്ള്. 2 ദിവസം മുമ്പ് ഫുള്ള് മഴ ഉണ്ട്. അപ്പൊ അത് കാരണം ക്ഷീണായി. അഞ്ജലി, അനിൽകുമാർ, സന ഫാത്തിമ, Yes, sir. റോസി തോമസ്. ഓക്കെയാണ് സർ. റോസി ഓക്കെ ആണെന്നാണ് അവകാശപ്പെടുന്നത്. വിഷ്ണുപ്രിയ, മുഹമ്മദ് ഇർഫാൻ, മുഹ്സീൻ, നജ്ഹ, നവ്യ കെ ബി. നവ്യ ഒളിച്ചിരിക്കുകയാണ്. നവ്യ വീഡിയോ കോൾ ആക്കി. നവ്യ എന്താണ് വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് എങ്ങനെ ഇരിക്കണേ? ഞാനിവിടെ താഴ്ത്തി വെച്ചാണ് സാർ കാണാറ്, അതുകൊണ്ട്. നവ്യക്ക് ഇത് മനസ്സിലായോ? സാർ മനസ്സിലായി. ഓക്കെ. അമൽ ഒന്ന് 8:30 ശേഷം ഇന്ന് ഒന്ന് വിളിക്കണം കേട്ടോ അമൽ. യെസ് സർ. നിയ നാസർ, പാർവതി കെ പി, പാർവതി വി കെ ന്യൂ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സുമായിട്ട് മോള് +1 ഒന്ന് പൊരുത്തപ്പെടണം കേട്ടോ. പ്രണവ് കൃഷ്ണ, രാഹുൽ പി എസ്, റയ്യ ബഷീർ, റിസ്വാൻ. സന്തോഷം. ഒരാളെങ്കിലും മറുപടി പറഞ്ഞില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നൽകാനായിട്ട് നമ്മൾ ക്ഷണിക്കുന്ന വ്യക്തിയുടെ പേരാണ് വിഷ്ണുപ്രിയ. പറഞ്ഞോളൂ വിഷ്ണുപ്രിയ. Let y equal to cos sin x. sin x. പറഞ്ഞോ. Differentiate with respect to x. വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറയാൻ കാരണം RHS എക്സ് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് എക്സ് മോളെ പറഞ്ഞ മോളെ dx പറഞ്ഞ മോളെ. x cos x into sin x derivative of പിന്നെ sin x. ഒന്നുകൂടി പറഞ്ഞു. cos x into sin x. cos x യുടെ ബ്രാക്കറ്റിൽ sin x ഇല്ലേ? ഒന്നുകൂടി പറഞ്ഞു. ഒന്നും കൂടി ആലോചിക്കുക. എനിക്ക് കിട്ടിയ അങ്ങനെയാണ്. dy by dx equal to cos x sin x into derivative of sin x. അല്ല മോളെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ചോദ്യം കോസ് സൈൻ എക്സ് ആണ്. അവിടെ ഒരു എക്സും കൂടി ഇല്ല ചോദ്യത്തിൽ. സൈൻ എക്സ് ഉള്ളൂ. അയ്യോ അത് തെറ്റിപ്പോയി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. അഹമ്മദ് യാസിൻ പുറത്തേക്കൊക്കെ നോക്കി പ്രകൃതി ഭംഗി ആസ്വദിക്കാണോ? വീട്ടില് ഉമ്മയുടെ അടുത്ത് എന്തൊക്കെയോ പറയണ്ടല്ലോ. ഒന്നും പറയണില്ല. അങ്ങോട്ട് നോക്കിയല്ലോ ഇപ്പൊ കസാരന്ന്. അവിടെ കണ്ണാടി ഉണ്ട്, കണ്ണാടി നോക്കിയാ. അയ്യോ എടാ നല്ല ഭംഗിയുണ്ട്. കണ്ടു നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി കണ്ണാടിയിലൊന്നും നോക്കണ്ട കേട്ടാ. നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഈ കണ്ണാടിയിൽ നോക്കി നിനക്ക് ഉത്തരം കിട്ടാണ്ട് വരണ്ട. ഓക്കെ യെസ്. എപ്പോഴും സ്വഭാവം ഉണ്ടോ? എപ്പോഴും കണ്ണാടി നോക്കുന്ന സ്വഭാവം ഉണ്ടോ? ഇല്ല, ഞാൻ നോക്കാറില്ല. നോക്കിയതാണ് മുഖത്തെല്ലാം ഇരിക്കണ്ടോന്ന്. കുറെ നാളുകൾക്ക് ശേഷമാണ് നിന്നെ നീ തന്നെ കണ്ടത്? കുറെ നാളുകൾക്ക് ശേഷമാണോ നിന്നെ തന്നെ നീ കണ്ടത്?
അല്ല. ഇടയ്ക്കൊക്കെ നോക്കിക്കോളൂ കേട്ടാ. ഓക്കെ, then പൂജ ആൻസർ പ്ലീസ്. പൂജ സുരേഷ് സർ ആൻസർ. എനിക്ക് കിട്ടിയിട്ടില്ല സർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന? ആ ഓക്കെ, നീരജ് സർ dy by dx equal to minus sin x പിന്നെ ബ്രാക്കറ്റില് sin x. ഓക്കെ, എടാ എക്സ് ഇല്ലടാ, ക്വസ്റ്റ്യനിൽ എക്സ് ഇല്ല, അപ്പൊ ശ്രദ്ധിക്കട്ടാ. മൈനസ് സാർ എഴുതിക്കണത് എങ്ങനെ തന്നെയാ എഴുതിക്കണത് എങ്ങനെ തന്നെയാ പറഞ്ഞപ്പോ മാറിയതാ. ഓക്കെ. ഈ കിട്ടാത്ത വ്യക്തികൾ ശ്രദ്ധിക്കാം. സംഭവം ഇത്രേ ഉള്ളൂ. cos x പോലെ തന്നെ. അപ്പൊ d by dx of cos x minus sin x into d by dx of x. ഇത് തന്നെയാണ് അവിടെ കിടക്കുന്നത്. വേറെ രൂപത്തിൽ വന്നുള്ളൂ. cos sin x. എന്റെ പൊന്നു മക്കളെ, sin x എക്സിന്റെ പ്ലേസിൽ sin x ആണ്. അത്രേ ഉള്ളൂ. എക്സിന്റെ പ്ലേസിൽ sin x വന്നുള്ളൂ. d by dx equal to cos sin x minus sin x cos x cosന്റെ minus sin x into d by dx of sin x. നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് റിസൾട്ട്സുകളുമായി കണക്റ്റഡ് ആയിരിക്കണം. cos sin x, look this difference. cos sin x, derivative of cos x minus sin x, cos sin x minus sin x into d by dx of sin x minus sin x. Derivative of sin x becomes cos x. Derivative of sin x becomes minus sin x. Clear ആണ് സർ. ക്ലിയർ സർ. മറ്റു കുട്ടികൾ മനസ്സിലായോ? പൂജ യെസ്. മറ്റു കുട്ടികൾ കമോൺ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കാം. ഒന്നുകൂടി ചോദിച്ചാൽ ആർക്ക് വേണ്ടി മാത്രം. ഡെറിവേറ്റീവ് ഓഫ് cos x. Actually derivative of cos x becomes minus sin x into d by dx of x. Derivative of x 1 minus sin x. ഇതന്നെ ഈ x ന്റെ പ്ലേസിൽ sin x ഒന്നും തന്നെ ഉള്ളൂ. x ന്റെ പ്ലേസിൽ put x equal to here sin x. d by dx equal to cos minus sin x. Cos minus sin x into d by dx of sin x. d by dx of sin x becomes cos x. Clear? Shura parada clear ano? Yes sir. Okay sir. Then another question. Do it. Another questions. Number 4. Tanna cheyan shramikata. Number 3 and 4. Question number 4 is a important question. Video ഓണാക്കിയാലേ നല്ല രസമായിട്ട് കാണാമായിരുന്നു എല്ലാവരെയും. നവ്യ, ആദിത്യ, പൂജ, നീരജ്, അഭിനവ് KS, അൽഷഫാൻ, അഞ്ജല പ്രവീൺ, നയന, ഒത്തിരി കുട്ടികളുണ്ട്. അലീന പി വി അന്ന് വീഡിയോ ഓണാക്കിയതാ, എനിക്ക് ഓർമ്മയുണ്ട്. കണക്കുണ്ട്. അമൽ മണികണ്ഠൻ ഓഫ് ചെയ്താവും പോയി. അമൽ, നീ എവിടേക്ക് വിടാ? വീഡിയോ ഓഫ് ചെയ്തു. നീ നൈസായിട്ടൊന്ന് ഓഫ് ചെയ്തോ. റോസിയോ തോമസ് ക്യാമറ കറക്റ്റ് വെച്ച് റോസിയോനെ കാണാൻ പറ്റുന്നില്ല, ഫാൻ മാത്രമേ കാണുന്നുള്ളൂ. കുഴപ്പമില്ല. സന്തോഷം. കൈ പിടിച്ചിരിക്കുമ്പോ കൈ വേദനിക്കില്ലേ? കൈവേദന മോളെ 20 രൂപ കൊടുത്താലോ ഒരു സംഭവം, വെറും 20 രൂപ കൊടുത്താല് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു സംഭവം ഞാൻ കാണിച്ചു. 20 രൂപ കേട്ടോ അതിന്റെ വില, വെറും 20 രൂപ. ഞാനല്ലാത്ത എനിക്ക് അതിൽ യാതൊരു പങ്കുമില്ല. ഞാൻ മോളെ കൈവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നത്. അതല്ല സർ, അത് വാക്സിൻ എടുത്താൽ കൈവേദന. അത് മേടിച്ചിട്ടുണ്ടാ? വാക്സിൻ എടുത്താൽ കൈവേദന അതിന്റെ പ്രോബ്ലം ആണ്. ഞാൻ വിചാരിച്ചു മൊബൈല് കയ്യിൽ പിടിച്ച് ക്ലാസ് കേട്ടു. നന്നായിട്ട്. ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ മൊബൈൽ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്, അത് മേടിച്ചിട്ടുണ്ടാ? ഇല്ല. 20 രൂപയുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷേപ്പ്, ഒരു ട്രയാങ്കിൾ ഷേപ്പ്. ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇതിനുള്ളിലേക്ക് മൊബൈൽ വെക്കും. അപ്പോ അത് വെക്കുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടാണ്. നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് പോണ്ട, ഇങ്ങനെ കയ്യിൽ പിടിച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണ്ട. ഓക്കെ, ഈ കടകളിലൊക്കെ ഉണ്ട്, കടകളിലൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ അത് മേടിച്ചോളൂ. അപ്പൊ ഞാന് വാക്സിൻ എവിടെ എടുത്തേ? വാക്സിനൊക്കെ എവിടെ എടുത്തേ? ഹോസ്പിറ്റലിലേക്ക്. പനിയുണ്ടാ? ഇല്ല സാർ, പനിയില്ല, എനിക്ക് കൈവേദന.
സാറേ എനിക്കും ഉണ്ടായിരുന്നു, എനിക്കൊരു 5-6 ദിവസം ഉണ്ടായിരുന്നു കൈവേദന. തന്നെ മാറിക്കോളൂ കേട്ടോ, പേടിക്കണ്ട. വല്ലാണ്ട് വേദന വരാണെങ്കിൽ ഡോക്ടറെ കണ്ട ഒരു മരുന്ന്, ഒരു ഗുളിക കിട്ടും, അത്രേ ഉള്ളൂ. ചില ആളുകൾക്ക് ഭയങ്കര കൈവേദന, ചിലർക്ക് പനിയൊക്കെ. കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പോവാം, നമുക്ക് മാത്സിലേക്ക് തിരിച്ചു വരാം. അലീനയാണ് പറയേണ്ടത്. അലീന റെഡി ആയിട്ടിരിക്കുന്നോളെ, വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി ഞങ്ങൾക്ക് വേണ്ടിട്ട് ഉഷാറായേ. അലീന 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 എവിടെയാണ്, എവിടെ പോയി? അലീന വിളിച്ചപ്പോ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചേ? ഓക്കെ മോളെ, അലീന റെഡി? Let y is equal to sin ax plus b. ഞാൻ എഴുതാം. Let y equal to sin ax plus b. Differentiate with respect to x. Differentiate with respect to x. Y യുടെ dy by dx ബാലൻസ് മോള് പറഞ്ഞാൽ Cos ax plus b. ax plus b into d by dx a. Then your answer X plus b. Your answer is cos x plus b into derivative of x plus b. മോളെ b യുടെ മാത്രം, b കോൺസ്റ്റന്റ്, ax എങ്ങനെ ചെയ്യാം? a into d by dx of x. a into derivative of x 1 അല്ല, a എന്നാ കിട്ടാ. a 0 എന്ന് പറഞ്ഞാൽ without x കോൺസ്റ്റന്റ് ആണ് 0, കോൺസ്റ്റന്റ് ആണ് 0, b ആണ് 0. ax ന്റെ a cos x plus b into a, cos x plus b into a. Clear? Alina PV, Alina Avani Tia, is it clear? Sir. ax plus b, b യുടെ 0 വരികയും ax x ന്റെ 1, a into 1, a into 1 a into 1 a. Then is it clear? Clear answer. Avani Tia, അടുത്തതിന്റെ ആൻസർ പോരട്ടെ. Avani Tia number 4. സാർ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. ഏതാ ആൻസർ കിട്ടിയില്ല, ശരിയുണ്ട്. സീക്ക് ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പോ ഈ കണക്കിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. എല്ലാവരും ബോർഡിലേക്ക് നോക്കും. ലെറ്റ് y ഈക്വൽ ടു സീക്ക് ടാൻ റൂട്ട് എക്സ്. അപ്പൊ ഇത് സീക്ക് എക്സിന്റെ പ്ലേസിലാണ് മക്കളെ വന്നേക്കണേ. ഇവിടെ എക്സിന്റെ പ്ലേസില് ഞാൻ ബ്രാക്കറ്റ് ആദ്യം മനഃപൂർവ്വം തരാം. നിങ്ങൾ എത്ര പേര് അതിലേക്ക് ചിന്തിക്കുമെന്നറിയാൻ വേണ്ടിട്ടേ ബ്രാക്കറ്റ് തരാം. സീക്ക് സീക്ക് കഴിഞ്ഞ എക്സിന്റെ ആംഗിൾ എക്സിൽ വരുന്നതാണെന്നുള്ള ബോധം ഉണ്ടാകണം. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് പഠിച്ചിരിക്കുന്നു, ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് പഠിച്ചിരിക്കുന്നു. സീക്ക് എക്സ് ടാൻ എക്സ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. യൂസ് യുവർ കോമൺ സെൻസ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് കാര്യങ്ങൾ വേണം ഈ കണക്കില്. നിങ്ങൾക്കിടെ സാമാന്യ ബുദ്ധി സ്റ്റാൻഡേർഡ് റിസൾട്ടും കൂടി മിക്സ് ആവുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മളുടെ സാമാന്യ ബുദ്ധിയും അതുപോലെ കാൽക്കുലസിലെ സ്റ്റാൻഡേർഡ് റിസൾട്ട് കൂടി ഒന്നിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ സീക്ക് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ടാൻ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സിന്റെ പ്ലേസിലാണ് ഈ ആരോ മാർക്ക് കുടുങ്ങി. ഇവന്മാരാണ് അവിടെ എക്സിന്റെ പ്ലേസിൽ വന്നത്. അപ്പൊ dy by dx എന്ന് പറയും. സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പൊ ടാൻ റൂട്ട് എക്സിന് ഇവിടെ എക്സ് ആയിട്ട് കരുതിക്കൊള്ളണം. ടാൻ റൂട്ട് എക്സിനെ ഇവിടെ എക്സ് ആയിട്ട് കരുതണം. അപ്പൊ സീക്ക് ടാൻ റൂട്ട് എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ്, ടാൻ റൂട്ട് എക്സ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ടാൻ റൂട്ട് എക്സ്. Derivative of tan root x. Then you will find the answer. Sec tan root x, tan root x, derivative of tan root x, sec square root x into derivative of this angle, derivative of root x, 1/2 root x. Derivative of root x 1/2. Then our answer is sec tan root x, tan root x, sec square root x whole by 2 root x. dy by dx. ശ്രദ്ധിക്കുക. Let y equal to sec tan. Let y equal to sec tan root x. ആ tan root x ന്റെ അവിടെ വരും. tan root x ന്റെ അവിടെ വരുന്നത് x ആണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ sec x ന്റെ ഡെറിവേറ്റീവ് sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x into d by dx of x. According to this problem, this is the x. X becomes tan root x. Then differentiate with respect to x. D by dx equal to sec x. Sec tan root x, tan root x into d by dx of tan x into d by dx of x എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ sec tan root x, tan root x into d by dx of tan root x, sec square root x ന്റെ ഒന്നുകൂടി പോണം
അല്ലെ? ടാൻ എക്സ് പഠിച്ചത് 6 square x into d by dx of x ആ. ഈ ആംഗിളിനെ ഒരു ടേക്കും കൂടി എടുക്കണം, ഒരു ടേക്കും കൂടി പോകണം. ടാൻ റൂട്ട് എക്സ് 6 square root x. ഈ റൂട്ട് എക്സിന്റെ എന്തായി? റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുതരാണ്. According to this question, your question is seek tan root x. Here angle is a tan root. Put x equal to tan root x. We know that the result is the derivative of sec x and tan x into d by dx of x. In this question, y equal to sec tan root x. dy by dx equal to sec x, x becomes the tan root x, tan root x into d by dx of tan root x. d by dx of tan root x becomes 6 square root x into derivative of root x 1/2 root x. Is it clear? Is it clear? Clear answer. Clear answer. Yes. എപ്പോഴും നമ്മൾ ഏത് വമ്പൻ കണക്ക് വന്നാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മൂവ് ചെയ്യും. നമ്മളപ്പം മനസ്സിൽ പറയണം, ഓ ഇത് സീക്ക് എക്സ് ആണല്ലോ. സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ സീക്ക് എക്സ് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 അത്രേ ഉള്ളൂ എന്നുള്ള ചിന്തയുണ്ടാകണം. ഒപ്പം അതോടൊപ്പം തന്നെ ആംഗിളിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നുള്ള ബോധം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. കാണാപ്പാടം പഠിക്കാൻ പാടില്ല. ഓക്കെ, നിരഞ്ജൻ ക്ലിയർ? യെസ് സാർ. ശരിയായിരുന്നോ നിങ്ങളുടെ? ഫസ്റ്റത്തെ കിട്ടി, രണ്ടാമത്തെ കിട്ടില്ല, ഇപ്പൊ ചെയ്ത് കിട്ടിയില്ല. ഓക്കെ. മിസ്റ്റർ അമൽ? ശരിയായിരുന്നു സാർ. ഓക്കെ. മിസ്റ്റർ അഹമ്മദ് യാസിൻ? ഇത് തെറ്റി, രണ്ടാമത്തെ. ഓക്കെ, ഇവിടെ നിങ്ങൾ എഴുതിക്കോളൂ. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എന്ന് എഴുതാം കേട്ടോ. It is a typical question. ഒരു പ്രാധാന്യം നിറഞ്ഞതും അതോടൊപ്പം തന്നെ തെറ്റുകൾ സംഭവിക്കാവുന്നതായ ഒരു ചോദ്യമായിരുന്നു നമ്മളിപ്പോൾ ചെയ്തു പോയത്. എന്നാ പിടിച്ചോളൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എൻട്രി എടുക്കാം. പിടിച്ചോളൂ, എഴുതിയെടുത്തോ മക്കളെ, എഴുതിയെടുത്തോ? ബോർഡൊക്കെ കണ്ടു, മാറി നിന്നിട്ടുണ്ട്. എഴുതിയെടുത്തോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എഴുതിയെടുത്തു. ഞാൻ എഴുതിയെടുത്തു. Can I clear the board? Yes sir. പിടിച്ചോ, അടുത്ത ചോദ്യം പിടിച്ചോളൂ കേട്ടോ. പിടിച്ചോ. ചേട്ടാ ചെയ്യാം, ആലോചിച്ച് ചെയ്തോളൂ കേട്ടോ. നമ്പർ 5, പ്ലീസ് നോട്ട് നമ്പർ 5. 2 root cot x square. Do it yourself. Number 6, higher secondary question. Number 6 higher secondary question ആണ്. Number 6. Number 5 ശരിയായ രീതിയിൽ ആലോചിച്ച് മുന്നോട്ട്. Question number 5 കഴിഞ്ഞോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാർ അഞ്ചാമത്തെ കിട്ടിയില്ല. Number 5. നമ്പർ 5 സാർ, അത് ഡി ബൈ ഡി എസ് ഓഫ് 2. അപ്പൊ നമ്മളത് മറ്റേ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ഇരിക്കണം. മറ്റേ റൂട്ട്. Yes, that is the correct answer. Attention all students. നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പാഞ്ഞു വരണം, മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചു വരണം. എന്ത് ഇടിച്ചു വരണം മനസ്സിലേക്ക്? ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ആവണേറ്റിയെ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? 1/2 root x. ഓക്കേ, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഉണ്ടായിരുന്നു. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ആ റൂട്ടിനകത്തുള്ള ആള്. Derivative of x 1 ആണ്. Then your answer becomes 1. Here is let y equal to cot x. Differentiate with respect to x. Y യുടെ dy by dx. 2 into a root cot x square becomes 1/2 root cot x. 1/2 root cot x square into d by dx of cot x square. d by dx of cot x square. 2 into root x in there. 1/2 root cot x square. d by dx of x in the place ഇവിടെ cot x square. അപ്പൊ ഞാൻ ഈ 2ഉം ക്യാൻസൽ ചെയ്തു. 1/root cot x square. ഇനി അയാളുടെ ഡിഫറൻസിയേഷൻ നോക്കിയാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് cot x മൈനസ് cosec square x. അപ്പൊ cot x square എന്ന് പറഞ്ഞാൽ മൈനസ് cosec square x അല്ല, ഇവിടെ x square into d by dx of this angle. d by dx of this angle x square. d by dx of x square. d by dx of x square. d by dx of x square എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x എന്ന് പറഞ്ഞാൽ your final answer is minus 2x cosec square x square divided by root cot x square. Root cot x square ആണ് dy by dx. Root cot x square. ശ്രദ്ധിക്കുക, ലിസൺ. ഞാൻ മാറി നിൽക്കാൻ കേട്ടോ, നിങ്ങൾക്ക് ബോർഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറി പോകുന്നത്. എങ്ങനെയാണ് നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ശ്രദ്ധിക്കുക.
2 root cot x square. According to this problem, ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനകത്തേക്ക് വരേണ്ടത് റൂട്ട് എക്സിന്റെ മോഡലാണ്. റൂട്ട് എക്സ് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് കത്തണം മനസ്സിലായി. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 root x into d by dx of x. Here is put x equal to cot x square. 2 root cot x square differentiated to x. Differentiate with respect to x. Video on akla. But 2 into root cot x square there. Root cot x square there. 1/2 root cot x square. Root cot x square the root x in the 1/2 root x. Root x in the 1/2 root x. Root x in the 1/2 root x. Upper root cot x square 1/2 root cot x square. Once again 1/2 root cot x square d by dx of cot x square. E 2 തീരുമാനമായി cancel ആയി. 1/root cot x square into derivative of cot x square. Derivative of cot x equal to minus cosec square x എന്നാണ് പഠിച്ചിരിക്കുന്നത്. Derivative of cot x equal to minus cosec square x. A derivative of cot x square minus cosec square x square minus cosec square x square into d by dx of x square. D by dx of x square, d by dx of x raised to n, nx raised to n minus 1 ആണ്. d by dx of x square 2x. Your final answer is minus 2x cosec square x square divided by root cot x square is the final answer. Is it clear? Is it clear? Sir. Clear, sir. Yes, sir. Yes, thank you. Yes. മറ്റു കുട്ടികൾ ഉഷാറാവ എല്ലാവരും. All students please write 2 times standard results. Okay. Okay, sir. സന്തോഷായില്ല? നിനക്ക് വേണമെങ്കിൽ 3 ലക്ഷം എഴുതാം, വെറുതെ ഇരിക്കാല്ലോ വീട്ടില്. വേഗം എഴുതിയെടുത്തോളൂ കേട്ടോ. പൂജ സുരേഷ്, is it clear? sir. Okay, next question number 6. Can I clear the board? Clear? Is it clear, മക്കളെ? Yes, sir. Yes, sir. എല്ലാവർക്കും എഴുതാനുള്ള സമയം തന്നതാണ് കേട്ടോ. എല്ലാവർക്കും എഴുതാൻ വേണ്ടിയിട്ടാണ് സമയം തരുന്നത്. കാരണം കുറച്ച് കുട്ടികൾക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ശ്രദ്ധിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോ cos root x അണ്ടർസ്റ്റുഡ് ആണ്, എല്ലാവരും ശരിയാണ്. Let y equal to cos root x. ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ഹയർ സെക്കൻഡറിക്ക് വന്ന ഒരു ചോദ്യമാണ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. Let y equal to cos root x differentiate with respect to x. Differentiate with respect to x. Y becomes dy by dx. dy by dx equal to cos root x minus sin root x into derivative of root x into d by dx of root x minus sin root x into derivative of root x becomes 1/2 root x minus sin root x divided by 2 root x. This is answer. Root x ഒന്നും ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത് കേട്ടോ, കാരണം അത് ആംഗിൾ ആണ്. Your answer is minus sin root x divided by 2 root x is the final answer. Is it clear? Yes, sir. Clear ആണ് sir. Yes. Okay, as usual model. Okay, chain rule in question വരും കേട്ടോ. Differentiate cos root x square അല്ലെങ്കിൽ differentiate cos root x with respect to x അല്ലെങ്കിൽ find the derivative of cos root x. ഇങ്ങനെ ചോദ്യങ്ങൾ എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. ചെയിൻ റൂളിൽ ഉണ്ടാവും, ഇംപ്ലിസിറ്റിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആ 2 ടോപ്പിക്, എല്ലാ ടോപ്പിക്കുകളും ഒപ്പത്തിനൊപ്പമാണ്. ഞാനോ നീയോ എന്നുള്ള മട്ടാണ് പരീക്ഷ. ഞാൻ വരണോ നീ വരണോ എന്നുള്ളൊരു മട്ടില് കേട്ടോ. മറ്റു കുട്ടികളൊക്കെ വീഡിയോ ഓണാക്കിയാലേ, ഈ നീരജും നിരഞ്ജനും റോസിയോയും അഹമ്മദ് യാസുലാണ് എപ്പോഴും വീഡിയോ ഓണാക്കുന്നത്. മറ്റുള്ളവരൊക്കെ വീഡിയോ ഓണാക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങളെ കാണാന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. അപർണ എം യു ഒക്കെ നന്നായ ഒരു കുട്ടിയാട്ടോ. അഭിനന്ദനങ്ങൾ. അപർണ എം യു പറയുന്നത് അനുസരിക്കുന്നു, വീഡിയോ ഓണാക്കുന്നു, നല്ല ആയിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുന്നു. അപ്പൊ അപർണ എം യുവിന് അഭിനന്ദനങ്ങളുണ്ട്. നന്നായിരുന്നു കേട്ടോ, വീണ്ടും ചീത്തയാവരുത്. ഓക്കെ അപർണ, ഉഷാറായിട്ട് പഠിക്കണം. പഴയ പോലെ 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ അപർണ പഠിച്ചിരുന്നത് അതുപോലെ മിടുക്കിയായിട്ട് പഠിക്കുക. അപർണ മാത്രമല്ല, ഒരാളെ പറ്റിയേ പറയുന്നുള്ളൂ, ബാക്കി എല്ലാവരും അതുപോലെ തന്നെ ആവണം. നമ്പർ 7. ഇതൊരു ഗുരുതരമായ ക്വസ്റ്റ്യൻ ഒന്നല്ല, ഇത്തിരി നീട്ടം കൂടുതലുണ്ടെന്നുള്ളൂ. സിമ്പിളാണ് കേട്ടോ, സിമ്പിളാണ്.
ഒന്നാലോചിച്ച് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഒന്നാലോചിച്ച് നോക്കണം. സിമ്പിൾ ആണെങ്കിലും അവിടെ കുറച്ച് ചിന്തിക്കാനൊക്കെ ഉണ്ട്. ചോദ്യം ഞാനൊന്ന് പറഞ്ഞേക്കാം. cos x cube into എന്ന് പറഞ്ഞൊരു ഡോട്ട് sin square x raised to. നല്ല രീതിയിൽ ആലോചിക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചിന്തിക്കാം. cos x cube into ഇവിടെ തെറ്റ് സംഭവിക്കാൻ പോണത് ആ sin square x raised to 5 ഇവിടെ കുടുങ്ങാൻ പോണത്. കിട്ടിയില്ലെങ്കിലൊന്നും സാരില്ലാന്നേ, ചുമ്മാ ഒന്ന് ചെയ്ത് നോക്ക്. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ചുമ്മാ ഒന്ന് തെറ്റിക്കോട്ടെ. cos x cube into sin square x raised to 5. നിങ്ങൾ എഴുതുന്നത് തെറ്റാണെങ്കിൽ സാരമില്ല, നിങ്ങൾ എഴുതി. സാർ ഇത് 2 പാർട്ടാക്കി തിരിച്ചിട്ട് രണ്ടിന്റെ ഡിഫറൻഷിയേറ്റ് അങ്ങനെയാണോ കാണണ്ടേ? ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഐഡിയ ഓക്കെ സാർ. നിങ്ങളുടെ ഐഡിയ ആദ്യം, ബാക്കി ഞാൻ പറഞ്ഞുതരാം. സാർ ഇത് പ്രൊഡക്റ്റ് റൂൾ ആണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ഉപയോഗിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. കിട്ടിയാ? ഇല്ല സാർ, കുറച്ച് ചെയ്തു. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞ ഒരു റൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രൊഡക്റ്റ് 1-2 പേര് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ മാത്സ് പഠിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ സഞ്ചരിക്കുന്നു. അപ്പൊ എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് ഒരു സ്റ്റുഡന്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് അത് ചെയ്യുമ്പോൾ ഇതിനെ ഗൗരവമായിട്ട് കാണുന്ന കുട്ടികൾക്ക് പിന്നീട് ഒരിക്കലും ആ തെറ്റ് അവർ ആവർത്തിക്കില്ല. അതാണ് ഞാൻ ഒരു സൂചന പോലും നൽകാതെ നിങ്ങൾ സ്വയം ചെയ്യൂ എന്ന് പറയും. ഇത് ഞാൻ ചോദ്യം എഴുതി, ഞാൻ തന്നെ ഉത്തരം എഴുതി വായിലേക്ക് വെച്ച് തന്നാൽ തെറ്റിയാലും കുഴപ്പമില്ലല്ലോ. ഇത് വലിയ സംഭവമൊന്നുമല്ലോ. തെറ്റ് പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമായ കാര്യമാണ്. അപ്പൊ നോക്കാം. cos x cube sin square x raised to 5. ഇതാണ് ഇത്തിരി പ്രശ്നം വരുന്നത്. അപ്പൊ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x, dy by dx. പ്രൊഡക്റ്റ് റൂൾ നല്ല പിടിയുണ്ട് നമുക്ക്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു cos x cube ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഇതിന്റെ ഡെറിവേറ്റീവ് sin സ്ക്വയർ എന്നുള്ളത് ഈ മോഡലിൽ നമ്മൾ ചിന്തിക്കണം. ഡെറിവേറ്റീവ് ഓഫ് x raised to n, nx raised to n minus 1 into d by dx of x ആണ്. അപ്പൊ sin സ്ക്വയർ ഇതിന്റെ ഡെറിവേറ്റീവ് കിട്ടാം. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. d by dx of sin square x raised to 5 plus sin square derivative of sin square x raised to sin square x raised to 5 into d by dx of cos x. ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. cos x cube sin square ഈ മോഡൽ എടുക്കാനാ പറഞ്ഞേക്കുന്നത്. sin square nx raised to n minus 1 sin square 2 sin raised to 2 minus 1 അല്ലെ 2 sin raised to 2 minus 1 nx raised to n minus 1. അപ്പൊ അപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ. ഇതിങ്ങനെ എഴുതുമ്പോൾ എന്തോ ഒരു ഭംഗിയിലാണ്. അപ്പൊ ഇങ്ങനെ ആക്കി ഞാൻ 2 sin x raised to 5 2 sin x raised to 5 ആക്ച്വലി 2 minus 1 ഉണ്ട് into d by dx of x. ഇവിടെ d by dx of x ന്റെ പ്ലേസിൽ sin x raised to 5 ആണ്. sin x raised to 5 ആണ്. d by dx of x ന്റെ പ്ലേസിൽ വരുന്നത് sin x raised to 5 ഡെറിവേറ്റീവ് എടുത്തപ്പോൾ cos x raised to 5 into x raised to 5 ന്റെ ഡെറിവേറ്റീവ്. x raised to 5 ന്റെ ഡെറിവേറ്റീവ് 5x raised to 4 plus sin square x raised to 5 into cos x cube ന്റെ minus sin x cube ന്റെ 3x square. Once again ഇതൊന്ന് ഭംഗിയാക്കിയാൽ once again derivative of x raised to n nx raised to n minus 1 into derivative of x. അപ്പൊ അവിടെ തെറ്റ് സംഭവിക്കാവുന്ന കാര്യമാണ്. sin square x raised to 5 sin square x raised to 5 sin square 2 sin raised to 2 minus 1 2 minus 1 1 kanda 2 sin 2 minus 1 x raised to 5 into d by dx of x here sin x raised to 5 cos x raised to 5. You know that this angle derivative 5x raised to 4. Then it is 5 into 2 10 5 into 2 10x raised to 4 cos x cube sin x raised to 5 cos x raised to 5 minus plus into minus 3x square
sin x cube sin square x raised to 5. sin square x അതൊന്ന് ഭംഗിയാക്കിയുള്ളൂ കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഒരു 90% പ്രിപ്പയർഡ് അല്ലാത്ത കുട്ടികളുടെ തെറ്റാനുള്ള സാധ്യത ഒരുപാട് നിലനിൽക്കുന്ന ചോദ്യമാണ്. അപ്പോ സൈഡിൽ എഴുതി വെക്കുക, ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. വൺസ് അഗൈൻ, cos x cube first function into derivative of second plus second into derivative of first. Second into derivative of first. cos x cube sin square x raised to 5 ഏത് മോഡലിലാണെന്നാ പറഞ്ഞേ? sin square x raised to 5 പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഓൺ ആക്കിക്കോളൂ. sin square x raised to 5 x raised to n എന്നുള്ള ഈ മോഡൽ അവിടെ കിടക്കുന്നുണ്ട്. x raised to n എന്നുള്ള മോഡൽ, x raised to n എന്നുള്ള മോഡൽ. Derivative of x raised to n becomes nx raised to n minus 1 into d by dx of x. According to this problem, sin square x raised to 5 becomes 2. Don't forget it. N x raised to n minus 1. 2 sin raised to 2 minus 1 x raised to 5. Derivative of sin x raised to 5 cos x raised to 5. Derivative of x raised to 5 becomes 5x raised to 4. 5x raised to 4 plus cos x cube sin square x raised to 5 cos x cube in understood ആണല്ലോ, minus sin x cube into x cube in 3x square. ഇവിടെ ഒരു പ്ലസും ഇവിടെ ഒരു മൈനസും, അപ്പൊ ഇത് മൈനസ് ആയിട്ടോ. അതിനൊന്ന് ഭംഗിയാക്കിയാണ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ് സർ. ക്ലിയർ അല്ലേ? പറയൂ സാറേ. ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയൂ. 10x raised to 4 ഒക്കെ ഒന്ന്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഈസി അല്ലേ? 2 into 5 10. അത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇൻറ്റു അല്ലെ, 2 into 3 into 2, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. 5 into 2 10 ഇത്ര വരെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉണ്ട്. 5 into 2 10x raised to 5. പിന്നെ ഭംഗിയാക്കണല്ലോ, ഭംഗിയാക്കാം. പ്ലസ് മൈനസ് മൈനസ് ഭംഗിയാക്കണം. ഓക്കെ മോനെ? ഓക്കെ അല്ലേ? ഭംഗിയാക്കിയാൽ മതി. ഓക്കെ സാർ. ഇതൊന്ന് പഠിച്ചോ കേട്ടോ. ഇതൊന്ന് ഒരു 2 times ഇപ്പൊ തന്നെ എഴുതിക്കോളൂ. ഒരു സ്പെഷ്യൽ പ്രോബ്ലം ആണ്. ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് പറഞ്ഞോളൂ. സാറേ എനിക്ക് ആൻസർ കിട്ടി, പക്ഷെ എനിക്ക് വേറൊരു മെത്തേഡ് വഴി കിട്ടി. അല്ല, ഇതില് പ്രൊഡക്റ്റ് റൂളും വേറെ മെത്തേഡ് ഇല്ല. സാർ ഞാനാദ്യം രണ്ട് cos x ക്യൂബിന്റെയും സൈൻ സ്ക്വയർ x y ഡിഫറെന്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. അവരുടെ ഒന്നും പറ്റൂല. നോ നോ. ഓക്കെ. ഹലോ. പക്ഷെ സാർ എനിക്ക് ആൻസർ കിട്ടി. അവരോട് പറ്റൂല. ആൻസർ കിട്ടിയാലും അവരോട് പറ്റൂല. സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇന്നത് ഇന്നതെന്ന് പറഞ്ഞാൽ പറ്റൂല കേട്ടാ. നിയമം തെറ്റിച്ചു. ഓക്കെ. ഓക്കെ സാർ. നമ്മളിപ്പോ റൂട്ടിക്കോടെ വണ്ടി ഓടിക്കാൻ പറഞ്ഞു, റൂട്ടിക്കോടെ ഓടിച്ചു. പറമ്പ് ചുറ്റി മറ്റേപ്പാട് വന്നാലും നമ്മൾ സ്ഥലത്തെത്തും. പക്ഷെ നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടില്ല. ഓക്കെ. ഓക്കെ സാർ. ഒരു പ്രാവശ്യം കൂടി എഴുതിക്കോളൂ കേട്ടോ. റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം കൂടി എഴുതിക്കോളൂ. റിപ്പീറ്റ് is very tricky question. ഒറ്റ പ്രാവശ്യം കൂടി എഴുതിക്കോളൂ. Then another question. Then this is the another question. Sin cos x. Sin cos x. Another tricky question. Video on aka. Sin cos x square. Sin cos x square. Sin cos x square. Sin cos x square. ശരിയാണോ? അവിടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ sin cos x square. Derivative of sin x cos x ആണ്. Let y equal to sin cos x square. Differentiate ചെയ്യാണ് with respect to x. y യുടെ dy by dx. sin ന്റെ cos ആണ്. cos x square. cos x square into d by dx of cos x square. d by dx of cos x square. sin ന്റെ cos x square into d by dx of cos x square. cos x square into derivative of cos x square. cos ന്റെ minus sin x square. derivative of x square into 2x. derivative of x square into 2x. derivative of square into 2x. Then your answer ഒന്ന് ഭംഗിയാക്കാം. minus 2x cos x square sin x square. Listen.
Let y equal sin cos x. Differentiate with respect to x. Y യുടെ dy by dx. Sin cos x square becomes cos x square into d by dx of cos x square. Into d by dx of cos x. Cos x square into derivative of cos x square minus sin x square. X square into 2x. X square into 2x. ബാക്കി ഭംഗിയാക്കാം. Clear അല്ലേ? Yes, sir. ക്ലിയർ ആണ് സാർ. Next heading എഴുതാം. Derivative of inverse trigonometric functions. First question. Find dy by dx in the following. Question number 1. Tan inverse 3x minus x cube. Tan inverse 3x minus x cube by 1 minus 3x square. അപ്പൊ എങ്ങനെയാണ് ഇത് dy by dx കാണുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ റിസൾട്ടുകൾ ഈ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ, അതുപോലെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആയിട്ട് റിസൾട്ട് ആണ്. ഈ ഭാഗം നമുക്ക് ടാനിലേക്ക് ട്രാൻസ്ഫർ. അപ്പൊ 3 tan തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ ടാൻ 3 തീറ്റ എന്നുള്ള ഫോർമുല +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോളൂ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ പഠിക്കാം കേട്ടോ. ആ റിസൾട്ട് ഒക്കെ എഴുതിയെടുത്ത് ഇപ്പൊ തന്നെ പഠിച്ചു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ തന്നെ പഠിക്കാം. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എക്സ് ആണ്. 3 tan theta minus tan cube theta divided by 1 minus 3 tan square theta becomes tan 3 theta. അപ്പൊ ഇവിടെ സംഭവിക്കാട്ടോ ഈ എക്സിനൊക്കെ മാറ്റം വരുത്തണം. x equal to tan theta ആണെങ്കിൽ ഈ ടാൻ ഇങ്ങോട്ട് ചാടുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. ടാൻ ഇൻവേഴ്സ് എക്സ് നോക്കും. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ. ഇമ്പോർട്ടന്റ്. ഇവിടെ x equal to tan theta. ഈ എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ മതി എന്ന് നമുക്ക് മനസ്സിലായത്. We know that the standard result 3 tan theta minus a tan cube theta by 1 minus 3 tan square theta becomes tan 3 theta. Put x equal to tan theta. Tan ഇങ്ങോട്ട് വരുമ്പോ tan inverse x. tan inverse x equal to theta. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. Let y equal to tan inverse 3x minus x cube by 1 minus 3x square. Put x equal to tan theta. Tan inverse 3 tan theta minus tan cube theta. X cube ആണ് tan cube theta. 1 minus 3 tan square theta. Then y equal to ഇത്ര എഴുതി ബാക്കി പറയാം. Put x equal to tan theta. റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നമ്മൾ അത് put x equal to tan theta എന്ന് എടുത്തിരിക്കുന്നത്. വീഡിയോ ഓൺ ആക്കാം. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ സാർ. അപ്പൊ ഞാൻ ഈ ഭാഗം ഒന്ന് മാറ്റാണ്. നോക്കിയേ. അപ്പൊ അവിടെ റിസൾട്ട് ആക്റ്റീവ് ആയിട്ടോ. റിസൾട്ട് ആക്റ്റീവ് ആയി. അപ്പൊ y equal to tan inverse ഇയാളെ റിസൾട്ട് tan 3 theta. tan inverse tan അവിടെ y equal to എന്താ വരിക? tan inverse tan x equal to x ആണ്. ഇവിടെ x ന്റെ പ്ലേസിൽ വന്നിരിക്കുന്നത് 3 theta. y equal to 3 theta എന്താണെന്ന് ഇവിടെ റെഡിൽ നമ്മൾ എഴുതി വെച്ചേക്കാം. theta എന്ന് പറഞ്ഞാൽ tan inverse x ആണ്. 3 tan inverse x. അപ്പൊ ഡിഫറൻഷിയേറ്റ് with respect to x ന്റെ ഡിഫറൻസ്. y equal to dy by dx equal 3 into tan inverse x ന്റെ 1 by 1 plus x square. അപ്പൊ 3 by 1 plus x square. 3 by 1 plus x square ആണ് dy by dx. 3 by 1 plus x. Once again, please listen. All students, please listen. Your question is find dy by dx tan inverse 3x minus x cube by 1 minus 3x square. Here is, the result. We know that the one important standard result 3 tan theta minus tan cube theta divided by 1 minus 3 tan square theta becomes tan 3 theta. Then other important result tan inverse tan x equal to x, sin inverse sin x equal to x, cos inverse cos x equal to x. Very familiar standard results. Here, according to this problem, put x equal to tan theta. This is the big twist. Tan inverse x. This is the turning point. Tan inverse x. This is the turning point. Tan inverse x equal to theta. Tan inverse x equal to theta.
Let y equal to tan inverse of 3x minus x cube by 1 minus 3x square. Y equal to tan inverse of 3 tan theta minus a tan 2 theta divided by 1 minus a 3 tan square theta. Y equal to tan inverse. This is the standard result. Tan 3 theta. Tan inverse of tan 3 theta becomes a 3 theta. Then y equal to 3 into theta. Theta becomes a tan inverse x. Differentiate x. Differentiate with respect to x. Y dy by dx equal to 3 into tan inverse x derivative 1 by 1 plus x square. 1 by 1 plus x square. Your final answer is dy by dx equal to 3 by 1 plus x square. Your final answer is dy by dx equal to 3 by 1 plus x square. Is it clear? Clear, sir. Okay, then another question. Please practice. Please do it. Do it yourself. Another question. Technical problem. Cos inverse. Find dy by dx. 1 minus x square by 1 plus x number. Cos inverse 1 minus x square by 1 plus x. 1 minus x square by 1 minus x square by 1 plus x square. നമുക്ക് അവിടെ കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട് 1 minus a tan square theta by 1 plus a tan square theta. ആ റിസൾട്ട് മറന്നുപോയ കുട്ടികൾ എഴുതിയെടുക്കാം 1 minus a tan square theta by 1 plus a tan cos 2 theta എന്നുള്ള ഒരു റിസൾട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ cos inverse ഇവിടെ cosലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. Let y equal to cos inverse 1 minus x square by 1 plus x square. അപ്പൊ ഈ ബ്രാക്കറ്റ് കോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ള ബോധം put x equal to tan theta. ആ റിസൾട്ടുകൾ നല്ല നിശ്ചയം ഉണ്ടാവും കേട്ടോ. put x equal to tan theta ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ tan inverse x equal to y equal to cos inverse 1 minus a tan square theta by 1 plus a tan square. You know that this is the standard result. Cos inverse 1 minus tan square theta by 1 plus tan square theta. Result അറിയില്ലെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കണം. 1 minus a tan square theta by 1 equal to cos 2 theta എന്ന് പറഞ്ഞു പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് എഴുതി. Y equal to cos inverse cos 2 theta 2 theta. Y equal to 2 theta. Y equal to 2 theta. Theta becomes a tan inverse x. Theta എന്ന് പറയുന്നത് tan inverse. 2 tan inverse. 2 tan inverse x. Differentiate with respect to y യുടെ d by d. 2 into 1 by 1 plus x square. Then 2 by 1 plus 2 by 1 plus x. The one important result becomes 1 minus tan square theta by 1 plus a tan square theta cos 2 theta. So one important question, important result. One important result. 1 minus a tan square theta by 1 minus a tan square theta by 1 plus a tan square theta equal to cos 2. Once again, 1 minus tan square theta by 1 plus tan square theta equal to cos 2 theta. According to this question, your question becomes find dy by dx cos inverse 1 minus x square by 1 plus x square. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ 1 minus x square by 1 plus x square ചേഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. Let y equal to cos inverse 1 minus x square by 1 plus x square. As usual, put x equal to tan theta. Tan inverse x change. Tan inverse x equal to theta. Y equal to cos inverse 1 minus tan square theta by 1 plus tan square theta. This step is very, very valuable. This step is very, very important step. This is 1 minus tan square theta by 1 plus tan square theta. Very, very familiar result. Cos 2 theta. Very familiar result. Cos 2 theta. അപ്പൊ ഒരു സ്റ്റുഡന്റ് എന്ന നിലയില്, ഒരു വിദ്യാർത്ഥി എന്ന നിലയില് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ആദ്യം വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിലുള്ള വസ്തുവിനെ, ബ്രാക്കറ്റിലുള്ള ആളെ കോസ് ഇൻവേഴ്സ് വന്നതുകൊണ്ട് കോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കോസിലേക്ക് ട്രാൻസ്ഫർ, സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ സൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. Very easy. 1 minus tan square theta by 1 plus tan square theta becomes cos 2 theta. We know that the result is cos inverse cos 2 theta 2 theta. Then y equal to 2 theta becomes a tan inverse x and differentiate with respect to x. dy by dx equal to 2 into tan inverse x 1 by 1 plus x square.
നമ്മൾ ഹയർ സെക്കൻഡറി +2 എക്സാമിനേഷന് പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന സ്പീഡ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് 1 - x² / 1 + x². വളരെ ഫെമിലിയർ ആണ്. ബ്രാക്കറ്റിലുള്ള ആളുകൾ നമുക്ക് കോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ x = tan θ എന്ന് കൊടുക്കണം. അപ്പോൾ tan inverse x = θ ആണെങ്കിൽ y = cos inverse 1 - tan square θ / 1 + tan square θ is very familiar result. 1 - tan square θ / 1 + tan square θ എന്ന് പറയുന്നത് cos 2θ. y = cos inverse cos 2θ. According to the standard result, cos inverse cos x = x. Cos inverse cos 2θ = 2θ. y = 2θ. Theta becomes tan inverse x. 2 tan inverse x. Differentiate with respect to x. 2 × 1 / 1 + x². Your final answer becomes dy by dx = 2 / 1 + x² is the standard result and final result. Clear? Clear? Yes, sir. Yes, sir. പറയാനായിട്ട് സാധിക്കണം. ഏത് കണക്ക് വന്നു ആ വീഡിയോ ഒന്ന് ഓണാക്കാം. ഞാൻ ഈ പറഞ്ഞ ഒരു സ്പീഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. മാത്തമാറ്റിക്സിലെ കാൽക്കുലസിലെ ഏത് കണക്കും ഞാൻ ഈ പറയുന്ന സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ഡേറ്റ് ആവാം. സബ്ജക്റ്റിനോട് ഒരു താല്പര്യം കൂടുതൽ കാണിച്ചാൽ നമുക്ക് ഈ +2 പരീക്ഷ വളരെ സിമ്പിൾ ആയിട്ട് ചുമ്മാ അതിങ്ങനെ പോയിട്ട് അങ്ങ് എഴുതിയിട്ട് 100 മാർക്കില് 60 മാർക്കില് 2 മണിക്കൂറൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പരിപാടി തീർത്ത് വെറുതെ അവിടെ ആ റിസൾട്ടുകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കാം. ആ റിസൾട്ട് കുറച്ച് കുട്ടികളോട് ഞാൻ അയക്കാൻ പറഞ്ഞു. കുറച്ച് കുട്ടികൾ അയക്കാം. മറ്റു കുട്ടികളൊക്കെ എഴുതി വെക്കുക. ആ 2-3 പ്രാവശ്യം എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോൾ ആ വീഡിയോ ഓണാക്കിയിട്ട് എനിക്ക് ആ എഴുതിയത് മൊത്തത്തിൽ അങ്ങ് കാണിച്ചു തരണം. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പറയൂ മക്കളെ. ഓൾ സ്റ്റുഡൻസ് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. ഇത് വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. ഈ എടുത്തിരിക്കുന്ന പ്രോബ്ലംസും ഒരു 2 or 3 times വീട്ടിലിരുന്ന് എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൈയുടെ താളം ഉണ്ടാവുകയുള്ളൂ. ഒരു താളമുണ്ട്. ഇപ്പൊ ചെണ്ടയൊക്കെ പഠിക്കാൻ പോകാനെങ്കിൽ കൊട്ടാനൊക്കെ ഒരു താളമുണ്ട്. നമുക്ക് ഒഴുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ് 2 or 3 times എഴുതി പഠിക്കാം. ഫസ്റ്റ് ഇയർ പഠിച്ച പോലെ പരീക്ഷയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ തലേന്ന് പഠിച്ചാൽ ഈ സബ്ജക്റ്റില് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ പാടുപെടും. അപ്പൊ അതുകൊണ്ട് കൈയുടെ ഒരു താളം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ കുട്ടികളും എഴുതി പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം കാണാം. നല്ല സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.